രാജസ്ഥാൻ്റെ വൈഭവ് സൂര്യവംശി ഒരു ഇന്റർനാഷണൽ തന്നെ ഒരു കൾച്ചറൽ ഹിറ്റായിട്ടാണ് മാറിയിട്ടുള്ളത്. കഴിഞ്ഞാലൊക്കെ ഇക്കോണമിസ്റ്റ് വാരിയ കൾച്ചർ എന്നുള്ള സെക്ഷനിലാണ് വൈഭവ് സൂര്യവംശിയും ഇന്ത്യൻ കൾച്ചറും ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല സച്ചിനോളം വരില്ലെങ്കിലും ഭാവിയിൽ, അതായത് 2020 ക്രിക്കറ്റിൻ്റെ ഒരു ഫിലോസഫി നിശ്ചയിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ താരമായിട്ട് ഇനി ഒരു 10 വർഷമെങ്കിലും വൈഭവ് സൂര്യവംശി ഉണ്ടാവും എന്നുള്ള പ്രവചനമാണ് നടത്തുന്നത്. ദിലീപിൻ്റെ ഒരു അസസ്മെന്റ് എന്താണ്? ഞാൻ ഈ സീസൺ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, ഈ കഴിഞ്ഞ സീസൺ പ്രഷർ ഇല്ലാതെ കളിച്ചൊരു കളിക്കാരൻ പുതുതായി വന്നു, 14 വയസ്സ്, അവര് ഫ്രീ ആയി കളിച്ചോളാൻ പറഞ്ഞു. ഇപ്പോഴേക്കും ഈ സീസൺ വന്നപ്പോഴേക്കും അണ്ടർ-19 ലോകകപ്പ് ജയിച്ചു കഴിഞ്ഞു. അതിന്റെ ഫൈനലിൽ സെഞ്ചുറി അടിച്ചു. അത് ഭയങ്കര സെഞ്ചുറി. അപ്പൊ കുറേം കൂടി പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചോദ്യം. ഏകദേശം 800 റൺ, 776 റൺ. അത് IPL ചരിത്രത്തിൽ തന്നെ ആകെ കോഹ്ലിയും ഗില്ലും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗെയിൽ അത്ര എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രദർശനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ അതിലുപരി 2 നോക്കൗട്ട് മാച്ചിൽ 97ഉം 96ഉം. അത് ഒരു ക്വാളിറ്റി പ്ലെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാ ബിഗ് മാച്ചിൽ പെർഫോം. അതെ, അത് ഭയങ്കര ഒരു കഴിവാണ്. അതും ഏത് ബോളിംഗ് അറ്റാക്ക് ആയാലും, ഇപ്പൊ ഈ രണ്ടാമത്തെ ക്വാളിഫയറിൽ ഗുജറാത്ത് കുറെ ഷോർട്ട് ബോൾ വെച്ചിട്ട് ഒക്കെ ടാർഗറ്റ് ചെയ്ത് തലയിൽ അടി വരെ കിട്ടി. പക്ഷെ എന്നിട്ടും കളിയിലൊരു വ്യത്യാസമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും സ്ട്രൈക്ക് റേറ്റ് 200ന്റെ മേതായിരുന്നു. അത് ഭയങ്കര ഒരു ടാലന്റ്. അതിപ്പോ ഞാനല്ല അത് പറയേണ്ടത്. ഇതിപ്പോ ഓരോ തവണ വൈഭവ് സൂര്യവംശി കളിക്കുമ്പോഴും സുനിൽ ഗവാസ്കറിന്റെ ശബ്ദം ഒരു 2 പിച്ച് കൂടേണ്ടത് നമുക്ക് കേൾക്കാം. അത്ര എക്സൈറ്റ്മെന്റ്. സച്ചിൻ ഓരോ ഇന്നിങ്സ് കഴിയുമ്പോഴും ട്വീറ്റ് ചെയ്യും, ഇവൻ എന്തൊരു പ്രതിഭയാണ്, അവന്റെ ഫുഡ് ട്രിഗർ മൂവ്മെന്റ് നോക്കൂ, ബാറ്റ് സ്വിങ് നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏറ്റവും ചരിത്രത്തിലത്തെ ഏറ്റവും വലിയ കളിക്കാരാണ് ഇതിനെപ്പറ്റി. ഇപ്പൊ AB ഡിവില്ലിയേഴ്സ്, ഇവരൊക്കെയാണ് ഇത് വിലയിരുത്തി ഇത് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ടാലന്റ് ആണ് ശരിക്കും. ഈ കഴിഞ്ഞ കളിയിൽ ഒരു ചെറിയൊരു കോൺട്രവേഴ്സി, അത് സോഷ്യൽ മീഡിയൻ്റെ ഒരു കോൺട്രവേഴ്സിയാണ്. അതിൻ്റെ വസ്തുത നമുക്കറിയില്ല. അതിനകത്ത് ഈ 90s പുറത്തായിട്ട് തിരിച്ചു വരുന്ന വൈഭവ് സൂര്യവംശിനെ പരാഗ് ചീത്ത പറയുന്നതായിട്ടും കൈചൂണ്ടി സംസാരിക്കുന്നതായിട്ടൊക്കെയുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അത് ശരിക്കും ഞാൻ ചോദിക്കുന്നതല്ല, ഈ ഇത്തരത്തിലൊരു ചെറുപ്രായത്തിലുള്ള ഒരു താരത്തിനെ അങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ? അത് പ്രഷറാണ്. എനിക്കറിയില്ല അവരെന്താ സംസാരിച്ചതെന്ന്. പക്ഷെ പലപ്പോഴും കുറച്ചൊരു എന്താ പറയുക, ഒരു ഡിസിപ്ലിനുള്ള ഒരു എൻവയൺമെന്റ് ഉള്ളത് ചെറുപ്പക്കാർക്ക് നല്ലതാണ്. അപ്പൊ സച്ചിൻ എപ്പോഴും പറയായിരുന്നു, അവരുണ്ടായിരുന്ന ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പൊ സഞ്ജയ് മഞ്ജരേക്കർ, അങ്ങനെ കുറെ സീനിയർ കളിക്കാരുണ്ട്, നവ്ജോത് സിദ്ധു, ശ്രീകാന്ത്, ഇവരൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കും. അതേ സമയത്ത് പക്ഷെ അധികം ക്യാരിഡ് അവേ ആവാതെ എനിക്ക് ഇനിയും കുറെ പോവാനുണ്ട് ഓർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉപദേശം കൂടി എപ്പോഴും കൊടുക്കായിരുന്നു. ഇപ്പൊ 114 റൺ എടുത്തു പെർത്തിൽ. തിരിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വരുമ്പോ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ 200 എടുക്കായിരുന്നു എന്ന് പറയാം. ഇപ്പൊ സബാഷ് പറയുന്നതിന് മാത്രം പോരാ, കുറച്ച് അവർക്ക് ഒരു കോമൺ സെൻസ്, ഒരു ഗൈഡൻസും കൂടി കൊടുക്കുന്നത് നല്ലതാണ്. ഈ വൈഭവ് സൂര്യവംശിയുടെ ബാക്കിയുള്ള ഫോർമാറ്റുകൾ നമ്മൾ പറഞ്ഞു, ഇപ്പം വേൾഡ് കപ്പ് ജയിച്ചതും ഒക്കെ പറഞ്ഞു. മാത്രമല്ല 15 ഇയേഴ്സ് ആകത്തോണ്ട് ടീമിൽ വരാത്ത ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്കറിയാം നെക്സ്റ്റ് ജനറേഷൻ താരമാണ് മൂപ്പര് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്തായിരിക്കും സൂര്യവംശിയുടെ ഒരു? വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി മാത്രം ഞാൻ ലക്ഷ്മൺ ഇപ്പോൾ NCA ഡയറക്ടറാണ്, ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി. അവിടെ വൈഭവിനെ പറ്റി ആലോചിച്ചിട്ട്, പ്രധാനമായിട്ട് വൈഭവിനെ പറ്റി ആലോചിച്ചിട്ട് ഒരു ഫ്യൂച്ചർ പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ കളിക്കാരെ കൊണ്ട് റെഡ് ബോൾ ക്രിക്കറ്റ് കുറേ കൂടി കളിപ്പിക്കാൻ. മറ്റേ അത് 8 മാച്ചസ് ആയിട്ടായാലും എന്തെങ്കിലും അവർക്ക് ഇനഫ് ഗെയിംസ് കിട്ടാൻ, നല്ല ഓപ്പോസിഷൻ്റെ. അത് ഇവിടുത്തെ രഞ്ജി ട്രോഫി മാത്രമല്ല, പുറമെ പോയി കളിക്കാൻ, എല്ലാ കണ്ടീഷൻസിനും കളിക്കാൻ, അതിനുള്ളൊരു പ്ലാൻ ഇപ്പം അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഈ വൈഭവിനെ പോലത്തെ കളിക്കാർ ഓൾ ഫോർമാറ്റ് പ്ലെയേഴ്സ് ആക്കി മാറ്റാൻ, കോഹ്ലിയെ പോലെ, ഗില്ലിനെ പോലെ. എന്താ വെച്ചാൽ അതിനുള്ള കഴിവുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും ഇപ്പൊ സച്ചിനൊന്നും ഒരിക്കലും, ഇവൻ വെറും ഒരു T20 ഹിറ്റർ ആണെങ്കിൽ സച്ചിനോ ഒരു സുനിൽ ഗവാസ്കറോ എക്സൈറ്റഡ് ആവില്ല. അങ്ങനത്തെ പലരും വന്നിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. പക്ഷെ ഈ
ഈ കളിക്കാരന് അങ്ങനത്തെ ഒരു കഴിവുള്ളത് അവന് ഏത് ഫോർമാറ്റും മാസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതില് പക്ഷെ ശ്രദ്ധ കൊടുക്കണം, അത് ഫോക്കസ് കൊടുക്കണം. വെറുതെ കുറെ കളി പോയി കളിച്ചാൽ പോലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കളികൾ കളിച്ചിട്ട് അടുത്ത ലെവലിൽ തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഈ ദിലീപിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാവുന്ന മറ്റൊരു കാര്യമാണ്, നമുക്കിപ്പോൾ സാധാരണ നമ്മൾ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇക്കണോമിസ്റ്റ് വാരിക പറയുന്നുണ്ട്, എത്ര തന്നെ കളിച്ചാലും സച്ചിൻ്റെ ഒരു ഔന്നത്യത്തിലേക്ക് വരാൻ പറ്റില്ല. അതിന് 3-4 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു സോഷ്യോ പൊളിറ്റിക്കൽ റീസൺ ഇക്കണോമിസ്റ്റ് വാരിക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സച്ചിൻ ടെണ്ടുൽക്കർ ഒരു നാഷനെ മുഴുവൻ ഒന്നിച്ച് ഷോൾഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ക്രിക്കറ്റിംഗ് അഭിമാനത്തിന്, അതോടുകൂടി ക്രിക്കറ്റ് എന്നുള്ളത് ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്പോർട്സ് ആക്കി മാറ്റുന്നതിൽ പങ്കുവഹിച്ചു എന്നാണ്. പക്ഷേ ഈ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് 2020-ലെ, അതായത് ഇപ്പോഴത്തെ ക്രിക്കറ്റ് എന്താണോ അതിനകത്ത് ഒരു വലിയ ഹീറോ ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ക്ലാസ് ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ട് പിന്നെ ഒരു വളർന്നു വരുന്ന താരം എന്നുള്ള രീതിയിൽ വൈഭവിനെ എങ്ങനെയാണ് ദിലീപ് കാണുന്നത്? ഞാൻ ഒരിക്കലും പറയില്ല സച്ചിൻ്റെ അത്ര വലുതാവാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഇത് സച്ചിൻ വിരമിച്ചപ്പോൾ എല്ലാവരും ഇത് തന്നെയാ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് കോഹ്ലിയുടെ ആ ഒരു ഏജ് നമ്മൾ കണ്ടു. ഇപ്പൊ ഗില്ല് കഴിഞ്ഞ സീസൺ ഇംഗ്ലണ്ട് പോയി 700-ന്റെ മേലെ റൺസ് എടുത്തു ടെസ്റ്റ് ക്രിക്കറ്റിൽ. അപ്പൊ ഇവർക്കൊക്കെ ആ കഴിവുണ്ട്. നമ്മൾ ഒരിക്കലും ഒരാളെ എഴുതി തള്ളാൻ പറ്റില്ല, ഇവർക്ക് ഒരിക്കലും ആ ഹൈറ്റ് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് കഴിവുണ്ട്, ആ ഗൈഡൻസ് ശരിക്കും കിട്ടണം, അത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ വളരെയധികം എല്ലാ ഫോർമാറ്റിലേക്കും പുഷ് ചെയ്യണതിൽ അർത്ഥമില്ല. ഇപ്പൊ ഞാൻ കേട്ടത്, എനിക്ക് ഇന്നലെ കിട്ടിയ വാർത്ത എന്താ വെച്ചാൽ, എന്തായാലും ഇംഗ്ലണ്ടിലോ അയർലൻഡിലോ വൈഭവ് കളിക്കും T20-യിൽ. പിന്നീട് അവർ നോക്കും, ഇപ്പൊ അടുത്ത 50 ഓവർ ലോകകപ്പ് 2027-ലാണ്. അപ്പൊ അതിന് പരിഗണിക്കുമെന്ന് അറിയാൻ വേണ്ടി കുറച്ചും കൂടി അവർ നോക്കും. ചിലപ്പോൾ കുറച്ച് 18 മാച്ചസ് ഇതൊക്കെ കൊടുത്തിട്ട് എങ്ങനെ, പ്രത്യേകിച്ച് വേറെ കണ്ടീഷൻസിൽ സൗത്ത് ആഫ്രിക്കയിൽ ഓസ്ട്രേലിയയിലൊക്കെ കളിച്ച് എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയിട്ട് അവർ തീരുമാനിക്കും. പക്ഷെ അവർ തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും കൊടുക്കും.